ഹായ് എവ്രി വൺ, അസ്സാമു അലൈക്കും, നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മളുടെ കോഴിക്കോടുള്ള വില്ലയുടെ ഹൗസ് വാമിംഗ് ഫംഗ്ഷനും അവിടെ നിന്നുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം രണ്ട് വീട്ടുകാരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ നമ്മളുടെ വീട്ടിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളുടെ രണ്ട് വീട്ടിലെയും എല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ ശരിക്കും നല്ല സന്തോഷമായിട്ടോ. നമ്മൾ ഈ ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ അധികം ആളുകളൊന്നും ഇല്ല കേട്ടോ. നമ്മളെ രണ്ട് വീട്ടുകാരും അതുപോലെ നമ്മളുടെ വില്ലയിലുള്ള താമസക്കാരും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവരൊക്കെ ഗൾഫിൽ നിന്ന് വന്നിട്ട് കുറച്ച് ദിവസമായിട്ടോ. ആരും വീഡിയോയിലൊന്നും മര്യാദയ്ക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ഞാൻ ഹൗസ് വാമിങ്ങിനുള്ള പർച്ചേസിങ്ങിൻ്റെ ഒക്കെ തിരക്കിലായിരുന്നു. ലിയാൻ ബേബിനൊക്കെ നമ്മളുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. നമ്മൾ ഉച്ച സമയത്താണ് വീട്ടിലേക്ക് കയറിയത്. അപ്പം ലോഹർ നിസ്കാരത്തിൻ്റെ സമയമായപ്പോൾ എല്ലാവരും അവിടുന്ന് ലോഹറൊക്കെ നിസ്കരിച്ചു. ടൊമാറ്റോ സ്കാറ്റേഴ്സ് ആൻഡ് ഈവൻസ് എന്ന് പറയുന്ന ടീമിൻ്റെ അടുത്തായിരുന്നു നമ്മൾ ഫുഡൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു കേട്ടോ. നമ്മളുടെ നൈബറിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ സമയത്ത് ഇവരുടെ അടുത്തായിരുന്നു ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും അവരെ തന്നെ ഏൽപ്പിച്ചതാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മുണ്ടർമ്പ് വീട്ടിലുള്ളവരൊക്കെ തിരിച്ചു പോയിട്ടോ. പിന്നെ കുടിലങ്ങാടിയത്തെ എല്ലാവരും 2 ദിവസമൊക്കെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അൽഹംദുലില്ലാ ഹൗസ് വാമിംഗ് ഒക്കെ നല്ല രീതിയിൽ നല്ല സന്തോഷത്തോടു കൂടി കഴിഞ്ഞു കേട്ടോ. അങ്ങനെ ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളുടെ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. അസ്കർഖാൻ്റെ വീട്ടിലുള്ള എല്ലാവരും നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറ്റിച്ചിറ ഇടയിലെ ഹോട്ടലിൽ പോവുകയാണ് കേട്ടോ. എല്ലാവരും ഒന്നും പോന്നിട്ടില്ല. കുട്ടികളും അതുപോലെ ഉമ്മയൊക്കെ അവിടെ നിന്നിട്ടുണ്ട്. ഷെയിൻ്റെ നിദാലും നാവിദും മാത്രം നമ്മളെ കൂടെ പോന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് നമുക്ക് പാർസൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അപ്പം അവൈലബിൾ ആയിട്ടുള്ളവരങ്ങോട്ട് പോകുന്നതാണ്. ഇടയിലെ ഹോട്ടലിൽ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ളത് നമുക്കിഷ്ടമുള്ളത് പഴംപൊരിയും ബീഫാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴംപൊരിയും ബീഫും തന്നെയാണ് പറഞ്ഞത്. പിന്നെ മക്കളൊക്കെ പൊറോട്ടയും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഉപ്മാവും ബീഫും അതും നല്ല ടേസ്റ്റാണ്, നല്ല കോമ്പിനേഷനാണ് കേട്ടോ. കുറ്റിച്ചിറയിലുള്ള ഈ ഒരു കുളം എല്ലാവർക്കും പരിചയം ഉണ്ടാവൂലേ. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് അങ്ങനെ താത്താക്ക്, അതായത് മുന്നത്താത്ത ഇവിടെ കോഴിക്കോടാണ് കോളേജും അതുപോലെ +2 ഒക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ GVHS കുറ്റിച്ചിറ എന്നുള്ള ഈ ഒരു സ്കൂളിലൊക്കെയാണ് അവർ +2 ചെയ്തിട്ടുള്ളത്. അപ്പം താത്ത അവിടെ നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനെ പഴയ ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്യായിരുന്നു. ഓ, ഇവിടെ റീലാണല്ലേ, കാക്ക കാര്യമായിട്ട് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ കഴിച്ചതിന് ശേഷം ബാക്കിയുള്ളവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ട് നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വന്നു കേട്ടോ. പിന്നെ ഞാനും ഷെയ്ത്താത്തയും കൂടെ അങ്ങനെ ലഞ്ചൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്.
അപ്പോൾ ഇന്ന് മോര് കറിയും അതുപോലെ ചിക്കൻ പൊരിച്ചതും പിന്നെ പയറുപ്പേരിയാണ് കേട്ടോ ലഞ്ചിന് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ കോക്കനട്ട് സ്ക്രൈപ്പറൊന്നും വാങ്ങിച്ചിട്ടില്ല, അപ്പം കൈ കൊണ്ട് അങ്ങനെ ചൂഴ്ന്നെടുക്കുകയായിരുന്നു. പിന്നെ കുറച്ച് ബിരിയാണി ഉണ്ട് കേട്ടോ, നമ്മളുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്നത്തെ കുറച്ച് ബിരിയാണിയും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ലഞ്ച് അങ്ങനെ റെഡിയാക്കാൻ വിചാരിച്ചു. ഭാസ്കർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ നമ്മൾ കിച്ചണിൻ്റെ പുറകിലായിട്ട് അവിടെ ഒരു മയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കെൻസും താത്തയും കൂടെ കണ്ടതായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴത്തേക്കും അത് പോയി കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നും തന്നെ വാങ്ങിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. കുറച്ച് ഞാനും ഷെയും കൂടെ തലേദിവസം അടുത്തുള്ളൊരു ഷോപ്പ് പോയിട്ട് വാങ്ങിച്ചു. പിന്നെ ഇന്ന് കുറച്ച് അസ്കറിക്ക വാങ്ങിച്ചു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ആദ്യമൊക്കെ നല്ല ഓർഡറിൽ തന്നെ പണികളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ. പിന്നെ ലാസ്റ്റിലേക്ക് ആകുമ്പം എന്തായാലും ഒരു ഹറിബറി ആവും, നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറന്നിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ കുറച്ച് പ്ലാനിങ് ലാസ്റ്റിലായപ്പം കുറച്ചൊന്ന് ധൃതിയായിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണ സാധനങ്ങൾ അധികം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈമും കാര്യങ്ങളൊന്നും കിട്ടിയില്ല കേട്ടോ. പിന്നെ നമ്മൾ മലപ്പുറം കോഴിക്കോട് ആ ഒരു ഡിഫറൻസും അത്രയും വന്നിട്ട് വേണമല്ലോ നമുക്കെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു നമ്മളുടെ ലാസ്റ്റ് ഹൗസ് വാമിങ് ആയപ്പോൾ നമുക്ക് അതൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ പയറുപ്പേരിയും അപ്പുറത്ത് അവിടെ അരി കഴുകിയിടുന്നുണ്ട്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ എന്താ ചിക്കന് താത്തോടെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മസാല തേച്ച് വെക്കുകയാണ്. ഞങ്ങൾ കുടിയിരിക്കലിന് ഇറക്കിയ ഷെഫാണ്. ഈ ഒരു ഹൗസ് വാമിങ്ങിന് സത്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഉണ്ടാവുമെന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും മീൻസ് എൻ്റെ വീട്ടിലെല്ലാവരും അതുപോലെ അസ്കർഖാൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ടാവുമെന്ന് നമുക്ക് യാതൊരു പ്രതീക്ഷയും അങ്ങനെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ യാദൃശ്ചികമായിട്ടാണ് എല്ലാവരും നാട്ടിൽ വന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഷെറിക്കാക്കിയും ഷംസിയൊന്നും ഓരോ നാട്ടിലില്ലായിരുന്നു. അതുപോലെ ഇവിടെ അസ്കർഖാൻ്റെ വീട്ടിലാകുമ്പം മുന്നത്താത്തയും അമിതലിക്കാക്കിയും റഫീഖാക്കിയും അവരൊക്കെ ഗൾഫിലേനു. പക്ഷേ എല്ലാവരും ഈ ഒരു സമയമായപ്പം പിന്നെ ലാസ്റ്റ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയൊക്കെ വന്നു. അതുപോലെ കെൻസും തന്നെ കാനഡയിൽ നിന്ന് സൗദിയിൽ വന്നിട്ട് അങ്ങനെ പോകുക എന്നുള്ളതായിരുന്നു കെൻസിൻ്റെയും പ്ലാന്. പക്ഷേ പിന്നെ നമ്മളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സമയത്ത് ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തേക്ക് വാന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ കെൻസും സൗദിയിൽ നിന്ന് പിന്നെ നാട്ടിൽ കൊണ്ട് ടിക്കറ്റ് എടുത്തു. അങ്ങനെ എല്ലാവരും കൂടിയിട്ടുള്ള നല്ലൊരു സന്തോഷമായിരുന്നു കേട്ടോ ഈ ഒരു ഹൗസ് വാമിങ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ലഞ്ചൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഓരോക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും ഷേസിൻ അതെയാണ് ലാസ്റ്റ് കഴിക്കണത് കേട്ടോ. അങ്ങനെ ചെറിയൊരു ഉച്ച മയക്കമൊന്നും പറയാൻ പറ്റില്ല, ചെറുതായിട്ടൊരു റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകുന്നേരം നമ്മളിപ്പോൾ ഇവിടെ മിഠായി തെരുവിൽ വന്നതാണ് കേട്ടോ. നമ്മൾ തലേ ദിവസം അതായത് ഹൗസ് വാമിങ് കഴിഞ്ഞ അന്ന് വൈകുന്നേരം നമ്മളെല്ലാവരും കൂടെ ബീച്ചിലും അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ചയായിട്ട് സത്യം പറയുകയാണെങ്കിൽ ശരിക്കും ഉറങ്ങിയിട്ടും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്നാലും എല്ലാവരും കൂടി ആയപ്പോൾ എല്ലായിടത്തും പോകാനും ഒക്കെ എന്തോ ഒരു സ്പെഷ്യൽ എനർജിയൊക്കെ കിട്ടിയ പോലെ കേട്ടോ. ക്രിസ്മസ് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് പൊതുവേ നല്ല തിരക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ചപ്പുറത്ത് പാർക്ക് ചെയ്തിട്ട് മിഠായി തെരുവിലേക്ക് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഉമ്മിപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ജസ്റ്റ് ഒന്ന് കയറിയതിന് ശേഷം കുട്ടികളെയും കൊണ്ട് റഫീഖാക്കി ഉമ്മിപ്പൊക്കെ അങ്ങനെ ഹൈലൈറ്റ് മാളിൽ പോയി. ഞങ്ങൾ കുറച്ച് ടീം ഇവിടെ മിഠായി തെരുവിലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. ഇത് നമ്മളെ കൂട്ടത്തിലൊരാളാണ്. ആരാണ് ഡാൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഠായി. അങ്ങനെ മിഠായി തെരുവിലൊക്കെ കറങ്ങി പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.